രാഷ്ട്രീയ അന്തർധാരകൾ സജീവമാകുന്ന കാഴ്ചയാണ് ഇലക്ഷൻ അടുക്കുമ്പോൾ നമ്മൾ കണ്ടത്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തൃശ്ശൂരിൽ ഇന്നലെ സന്ദർശനം നടത്തി, ഇലക്ഷൻ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തു. പാലക്കാട് ഇലക്ഷൻ മീറ്റിംഗ് പങ്കെടുത്തു. അവിടെ മെയിനായിട്ട് ശോഭാ സുരേന്ദ്രന് വേണ്ടിയും അതുപോലെ ഇവിടെ തൃശ്ശൂർ പത്മജ വേണുഗോപാലിന് വേണ്ടിയൊക്കെ അദ്ദേഹം റോഡ് ഷോ ഒക്കെ നടത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ ഇവർ ഉയർത്തിയിരുന്ന പ്രശ്നമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ളതായിരുന്നു. അതിന് ശക്തമായിട്ടൊക്കെ ആദ്യം ഒന്ന് പറഞ്ഞു. ശക്തം പറഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? രണ്ടാമതിലെ UDF കാലത്ത് കൊടിമരം നിർമ്മിച്ചല്ലോ, അതിൽ അഴിമതി ഉണ്ടെന്ന് ഉള്ള ഒരു ധാരണ വന്നു കഴിഞ്ഞപ്പോൾ അപ്പോഴിറങ്ങി ഇടതുപക്ഷവും മോഷ്ടിക്കും വലതുപക്ഷവും മോഷ്ടിക്കും, കോൺഗ്രസും മുക്തമല്ല, UDFും LDFും ഒരുപോലെ ഈ ഇതുപോലെ സ്വർണ്ണ കൊള്ള നടത്തും എന്നുള്ള രീതിയായിരുന്നു വന്നത്. പക്ഷേ പിന്നെ അത് ഹൈക്കോടതി എടുത്ത് കളഞ്ഞു ഈ കൊടിമരത്തിൻ്റെ കാര്യം. കാരണം അന്ന് കൊടിമരത്തിനെ സംബന്ധിച്ചിടത്തോളം ആ അഡ്വക്കേറ്റ് കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ട് കോടതി സ്വീകരിച്ചതാണ് എല്ലാം. അത് രണ്ടാമതൊന്ന് റീഓപ്പൺ ചെയ്യുന്ന ഒരു പ്രശ്നമുള്ളതല്ല. ഏതായാലും അതോടുകൂടി അതങ്ങ് നിന്നു. പിന്നെ അന്നേരം മുതലും മൗനമാണ്. കാരണം ഇത് LDFന് മാത്രമായിട്ട് കൊള്ളുന്ന വിധത്തിൽ ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റത്തില്ല. സ്വർണ്ണക്കൊള്ളക്കാരെ രക്ഷിച്ചതെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്ന് നമുക്കറിയാം, അവരാരായിരുന്നെന്ന് നമുക്കറിയാം. അതിൻ്റെ CPMൻ്റെ സമുന്നതരായ 2 നേതാക്കന്മാർ, വാസുവും അതുപോലെ തന്നെ പത്മകുമാറും. പത്മകുമാർ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമാണ്, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ്. നേരത്തെ അദ്ദേഹം MLA ആയിരുന്നു CPMൻ്റെ. ഇവർ രണ്ടും ഒരുപാട് നാൾ ജയിലിൽ കിടന്നു. എന്നിട്ട് സ്വാഭാവിക ജാമ്യം, ആ ജാമ്യത്തിലാണ്, അത് കമ്പൽസീവ് ബെയിലിലാണ് അവസാനം അവരിറങ്ങിപ്പോയത്. അല്ലാതെ അവർക്ക് ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞ് കോടതി കൊടുത്തതല്ല. കാരണം സ്വർണ്ണക്കൊള്ളയിൽ ശരിയായ പങ്കുണ്ടെന്ന് കണ്ടു മനസ്സിലാക്കി. പക്ഷേ ഫൈനൽ റിപ്പോർട്ട് ഫയൽ ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ ആ കാലാവധി കഴിഞ്ഞപ്പോൾ സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുള്ളതുകൊണ്ട് അവർക്ക് 2 പേർക്കും ജാമ്യം കിട്ടിയിട്ടുണ്ട്. അതേപോലെയാണ് വിജയകുമാർ എന്ന് പറയുന്ന മറ്റൊരാൾ. ഇവരെല്ലാം പിന്നെ അതുപോലെ CPIയുടെ ഒരു നേതാവും. ഇവർ ഇത്രയും പേര് അകത്ത് കിടന്നതാണ്, കുറേ നാളകത്ത് കിടന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരെ സംരക്ഷിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിലെ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ്, ഒരു സംശയം വേണ്ട. അതുപോലെ അന്നത്തെ ദേവസ്വം മന്ത്രിക്കെതിരെ, നേരത്തെ ഉള്ള ദേവസ്വം മന്ത്രിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. ആ ആരോപണമൊക്കെ അവിടെ അടപ്പിട്ട് നിർത്തി. അവിടെ നിൽക്കട്ടെ, ഇനി മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല, മതി എന്ന് പറഞ്ഞു. അപ്പോൾ പറയും, ഞങ്ങളാണോ SIT വളരെ സ്തുത്യർഹമായിട്ട് അന്വേഷിക്കുക? ശരിയാണ്, സ്തുത്യർഹമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണല്ലോ ഈ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തത്. അന്വേഷണം എന്തുവാ ഇപ്പോഴത്തെ അന്വേഷണം? എന്തുവാ എന്തെങ്കിലും പുറത്ത് കാണാനുണ്ടോ? ഒന്നും കാണാനില്ല. ഈ സ്വർണ്ണക്കള്ളം നടത്തി വെക്കുന്നവന്മാരെ എല്ലാം രക്ഷപ്പെടുത്തി വിടുന്നില്ലേ? അതാരാണ്? ഇപ്പോൾ SIT എന്ന് പറഞ്ഞാൽ ആരാണ്? ഹൈക്കോടതി ആണ് SITയെ തീരുമാനിച്ചെന്ന് പറയും. പക്ഷേ ഹൈക്കോടതി അവരെ അപ്പോയിൻ്റ് ചെയ്തത്, അവരെ തിരഞ്ഞെടുത്തേക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ കേരള പോലീസിൻ്റെ അംഗങ്ങൾ തന്നെയാണ്, അവർ കേരള പോലീസിലെ അംഗങ്ങളാണ്. അപ്പോൾ പിന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നത്, അത് മുഖ്യമന്ത്രി പറയുന്നതല്ല അവർക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ CPM നേതൃത്വം പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കേണ്ടതായിട്ട് വരത്തില്ലേ? ഹൈക്കോടതി എന്നൊക്കെ പറയുന്നത്, അവർ ഇങ്ങനൊരു കേസിനകത്ത് അവരെ വെച്ചു, അത് കഴിഞ്ഞ് ഇവർ ഇതങ്ങ് മാറിക്കഴിഞ്ഞാലോ? ഇവരുടെ കാര്യം ആരാ തീരുമാനിക്കുന്ന? സർവീസ് ഇരിക്കുമ്പോൾ. അതുകൊണ്ട് അവർക്ക് പേടിയ ബുദ്ധിമുട്ടാണ്, അവർക്ക് വിധേയത്വം ഉണ്ട് ഇവരുടെ അടുത്ത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത് ഒതുക്കി വിടുന്നത്. അതെല്ലാവർക്കും അറിയാം. ശ്രീ നരേന്ദ്രമോദി ഈ പ്രസംഗങ്ങളിൽ, അതായത് പാലക്കാട് പ്രസംഗിച്ചതിലും തൃശ്ശൂർ പ്രസംഗിച്ചതിലും എങ്ങാനും ഒരു വാചകമെങ്കിലും ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഈ സ്വർണ്ണക്കൊള്ള നടത്തിയത് CPMക്കാരാണെന്നും ഇടതുപക്ഷക്കാരാണെന്നും അവരെ യഥാർത്ഥത്തിൽ അവരെ ജയിപ്പിക്കരുതെന്നും ഒരൊറ്റ വാചകം പറഞ്ഞു. സാധാരണഗതി പറയേണ്ടതല്ലേ? ഇപ്പം ആകെപ്പാടെ ഇത് പറയുന്ന ആരാണ്? UDFകാരാണ്.
അത് പഴകുളം അത് ഒരു പാട്ടും പാടി, അത്രയേ ഉള്ളൂ. അതല്ലാതെ ഇതാരും ഇപ്പം പറയുന്നില്ല. കാരണം പറഞ്ഞുകൊണ്ട് പ്രയോജനമില്ലല്ലോ. ജനങ്ങൾക്കിതറിയാം, അത് മനസ്സിലാക്കണം. ജനങ്ങളുടെ ഒരുപാട് വികാരത്തെ, വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയതാണ്, അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയ സംഭവമാണ് ഈ കൊള്ളയെന്ന് പറയുന്നത്. അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ട് പോയത് മുഴുവൻ. അപ്പോൾ അതിനി അയ്യപ്പൻ വിചാരിച്ചാലേ നടക്കുള്ളൂ, അതിനകത്ത് വേറെ ഒന്നും നടക്കത്തില്ല. ഇപ്പോൾ SIT ഹൈക്കോടതിയൊക്കെ നിയമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂസ് ചെയ്തൊക്കെ കൈ കൊടുത്തു ഉദ്യോഗസ്ഥരെ. പക്ഷേ അവരും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനകത്ത് ഉള്ള ആളുകൾ തന്നെയല്ലേ. അപ്പോൾ അവർക്ക് ഭയമുണ്ടല്ലോ, ജീവനിൽ ഭയമുണ്ട് അവർക്ക്. അവരെ സർവീസിൽ ഇരിക്കണം എന്ന് അവർക്ക് ഭയമുണ്ട്. എന്നേക്കും അവർക്ക് ആ വിധേയത്വം എന്ന് പറയുന്നത് കാണണം, ഇല്ലെങ്കിൽ അവരെ കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് അവർ വളരെ ഒതുങ്ങിപ്പോയി. അവർ സ്വാഭാവിക ജാമ്യത്തിന് യഥാർത്ഥത്തിൽ നിന്നു കൊടുത്തതാണ്, ഇതിനകത്ത് ഒരു സംശയവും വേണ്ട. അല്ലാതെ വേറെ എന്തുവാ ഇത് കൊടുക്കാൻ വയ്യാത്തത്, കുറ്റപത്രം കൊടുക്കാൻ വയ്യാത്തത്? നേരെ അന്വേഷിച്ചിട്ടില്ല, ഇനി ഇതിൽ തൊണ്ടി മുതലുകൾ വീണ്ടെടുത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആദ്യം മുതലേ അതിൻ്റെ അന്വേഷണം വഴിതിരിച്ചു വിടാനുമൊക്കെയുള്ള ശ്രമം ഉണ്ടായിരുന്നു. അത് ശരിയായ രീതിയിൽ ഈ ഗവൺമെൻറ് അത് റെഡിപ്പെടുത്തിയെടുത്തു. കാര്യം അത്രയും വലിയ ഒരു അഴിമതി ആരോപണം വന്നിട്ട് അത് ആ രീതിയിലേക്ക് പോയി. അപ്പോൾ ഇത് ഒരക്ഷരം പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച്. ഇപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഞങ്ങൾ പറയുന്നില്ല, ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയമാക്കുന്നില്ല എന്ന് BJPയുടെ ഒരു നേതാവ് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ കാര്യം എന്താ പറയുന്നത്? അത് പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അന്തർധാര സജീവമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലേ? ഈ ഡീലുണ്ടെന്ന് ശ്രീ VD സതീശൻ പറഞ്ഞതിന് അർത്ഥമുള്ളതല്ലേ? ഡീൽ ഒരുപാടുണ്ട്, സംശയമില്ല. പാലക്കാട് പരസ്യമായിട്ട് ഡീൽ നടത്തിയിട്ടുണ്ട്, മഞ്ചേശ്വരത്ത് ഡീൽ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെല്ലാം ഇതുപോലുള്ള ഡീലുകൾ ഒരുപാട് വരുന്നുണ്ട്. വേറെ എവിടേക്കോ ഉള്ള ഡീലുകളൊക്കെ പറയുന്നത് കേട്ട്, ബാക്കിയുള്ളതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഏതായാലും ശരി, ആ രീതിയിലുള്ള ഡീലുകളുണ്ട്, അന്തർധാര സജീവമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഇവർക്ക് ക്ഷേത്രങ്ങളോടോ അയ്യപ്പനോടോ എന്തെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഈ NDA BJP ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ട കാര്യം ഈ സ്വർണ്ണക്കൊള്ളയല്ലേ, അയ്യപ്പൻ്റെ സ്വർണ്ണം മോഷ്ടിച്ചല്ലേ, ഈ സംഭവമല്ലേ. അതിനവർക്ക് CPMക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഡീലുണ്ട് ഇവർ തമ്മിൽ. അതാണ് കാര്യം. അതായത് പരസ്പര സഹകരണ സംഘമാണ്, അതിന് സംശയമൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഇതൊക്കെ രാഷ്ട്രീയ ധാർമ്മികതയാണോ? മനസ്സിലാക്കേണ്ട കാര്യമല്ലേ. ഇതൊക്കെ ഈ രീതിയിലുള്ള അന്തർധാരയും കൊണ്ട് നടന്നിട്ട് ഈ ജനങ്ങളെ ഇവർ കബളിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ജനങ്ങളെ എടുത്തിട്ട് അടിക്കുക, റോഡിൽ പോകുന്നവനെ എടുത്തിട്ട് അടിക്കുക, ചെടിച്ചട്ടി അടിച്ച് തലയും പൊട്ടിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനം, മാതൃകാപരമായ രക്ഷാപ്രവർത്തനം എന്ന് പറയുക. ഇതുപോലൊക്കെയുള്ള അഹങ്കാരങ്ങൾ നമ്മൾ കണ്ട് മടുത്തിരിക്കുകയാണ്. അതോടൊപ്പം ഈ അയ്യപ്പൻ്റെ സ്വർണ്ണക്കൊള്ളയെന്ന് പറയുന്നത് നമ്മളെ എല്ലാം ഞെട്ടിച്ച സംഭവമല്ലേ. പക്ഷേ അതിപ്പോൾ തമസ്കരിക്കപ്പെടുകയല്ലേ. യഥാർത്ഥത്തിൽ ഈ ഇലക്ഷന് വലിയ വിഷയമാവേണ്ടതല്ലേ അത്? അതാക്കുന്നുണ്ടോ? അതാക്കേണ്ടത് ആരാണ്? അതാക്കേണ്ടത് NDAയും UDFുമാണ്. അത് UDF അത് ഉയർത്തിപ്പിടിക്കുന്നുണ്ട്, പക്ഷേ NDA അതിനെ തമസ്കരിക്കല്ലേ. അവർ തീരുമാനിച്ചു ഇത് വിഷയമാക്കേണ്ട കാര്യമില്ലെന്ന്. എന്നിട്ട് ഒരു സ്ഥാനാർത്ഥി പറയുന്നതും കേട്ടോ, ഞങ്ങൾക്ക് ആരെയും മനഃപ്രയാസപ്പെടുത്താനുള്ള ഉദ്ദേശമില്ല, ആരെയും അങ്ങനെ ആക്ഷേപിക്കാനുള്ള ഉദ്ദേശമില്ല എന്ന്. ഇതാരെങ്കിലും ആക്ഷേപിക്കുന്നതാണോ അയ്യപ്പൻ്റെ സ്വർണ്ണം മോഷിച്ചുകൊണ്ട് പോയി തിന്നത് വിളിച്ചു പറയുന്നത്? മനസ്സിലാക്കണം. എന്നിട്ട് മാത്രം ഈ തൃപ്പൂണിത്തുറ പോലെയൊക്കെയുള്ള മണ്ഡലങ്ങളിലുണ്ടല്ലോ, യഥാർത്ഥത്തിൽ നല്ല അതായത് NDAക്ക് വളരെ മുന്നേറാവുന്ന മണ്ഡലങ്ങൾ, അതൊക്കെ കൊണ്ടുവന്ന് 2020 കൊടുത്തേക്കാണ്. തൃപ്പൂണിത്തുറ അതേപോലുള്ള മറ്റ് മണ്ഡലങ്ങളൊക്കെ അവിടെ BJPക്ക് സ്ഥാനാർത്ഥിയില്ല, കാൻഡിഡേറ്റ്. ഇവിടെ BJPക്കാരില്ലാത്തതുകൊണ്ടാണ്. അവിടെ യഥാർത്ഥത്തിൽ എറണാകുളം ജില്ലയിൽ കൂടുതൽ BJPക്കാരുള്ള സ്ഥലമാണ് ആ മണ്ഡലത്തിൽ. പക്ഷേ അവിടെ അവരുടെ സ്ഥാനാർത്ഥിയില്ല, 2020യുടെ സ്ഥാനാർത്ഥിയാണ് ഉള്ളത്. എന്താ പറയുക, ഞങ്ങൾക്ക് സ്വർണ്ണക്കൊള്ള വിഷയമാക്കുക, ഞങ്ങൾക്ക് ആരെയും ആക്ഷേപിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല, ആക്ഷേപിക്കേണ്ട. അല്ലാതെ തന്നെ ജനങ്ങളുടെ ഈ കണ്ണിലോട്ട് മണ്ണ് വാരി ഇട്ടിട്ട് ഇതെങ്ങനെയെങ്കിലും നേടിയെടുത്താൽ മതിയല്ലോ. കൊള്ളാം, നടക്കട്ടെ, നല്ലത്.